ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ ഫൂൾ മീ വൺസ് എന്ന് പറഞ്ഞൊരു സീരീസാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ 4 എപ്പിസോഡിൻ്റെ വീഡിയോ കിട്ടുന്നില്ല, കോപ്പിറൈറ്റ് ഇഷ്യൂ കാരണം. അത് കാരണം അതിൻ്റെ ഓഡിയോ മാത്രമാണ് ചെയ്യുന്നത്. കഴിഞ്ഞ് കാണിക്കുന്നത് ക്ലെയറിൻ്റെ കുട്ടികൾ അലക്സാണ്ടർ വീട്ടിൽ ചെന്ന് സംസാരിക്കാനാണ്. അപ്പോൾ അനിയനെ പുറത്തിരുത്തിയിട്ട് അബിയാണ് അകത്തേക്ക് ചെല്ലണത്. അപ്പോൾ അയാൾ ഇപ്പോൾ കഥ പറയണം. 20 വർഷങ്ങൾക്ക് മുമ്പ് ഫ്രാൻസിൽ വെച്ചിട്ടാണ് ഞാൻ നിൻ്റെ അമ്മയെ കാണുന്നത്. അപ്പോൾ കൂട്ടുകാരിയും ചേച്ചിയോടൊപ്പം സിസ്റ്ററോടൊപ്പം അവിടേക്ക് വന്നതായിരുന്നു ക്ലെയർ. അങ്ങനെ ഞങ്ങൾ കണ്ടു, ഞങ്ങൾക്ക് ഇഷ്ടമായി. അത് പക്ഷേ ഒരു ഷോർട്ട് ടേം റിലേഷൻഷിപ്പ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ നാട്ടിലേക്കും ക്ലെയർ അവളുടെ നാട്ടിലേക്കും പോയി. അതിനുശേഷം പിന്നീട് ഞങ്ങൾ സംസാരിച്ചിട്ടൊന്നുമില്ല. പക്ഷേ എനിക്ക് ക്ലെയറിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ വന്നപ്പോൾ ഞാൻ ഫേസ്ബുക്ക് വഴി കോൺടാക്റ്റ് ചെയ്യാൻ നോക്കി, പക്ഷേ എന്നെ ബ്ലോക്ക് ചെയ്തു എന്ന് തോന്നുന്നു. പിന്നെ ടി വിയിൽ മരണവാർത്തയാണ് ഞാൻ കണ്ടത്. അപ്പോൾ അബി ചോദിക്കുന്നുണ്ട്, ആ കുട്ടി എന്താ ചെയ്തത്? എന്നിട്ട് ആ പഴയ ക്ലെയർ പ്രഗ്നൻ്റ് ആയിരുന്ന ഫോട്ടോ എടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അലക്സാണ്ടർ ചോദിക്കുകയാണ്, ഏത് കുട്ടി? അബിക്ക് മനസ്സിലായി ഇങ്ങേർക്ക് ആ കാര്യമൊന്നും, കുട്ടി ഉണ്ടായ കാര്യമൊന്നും അറിയില്ലെന്ന്. അപ്പോൾ അബി വേഗം തന്നെ, ഇല്ല ഒന്നുമില്ല, ഞാൻ വേഗം എനിക്ക് പോകണം, അനിയൻ പുറത്ത് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ഇറങ്ങണം. അപ്പോൾ അലക്സാണ്ടർ ചോദിക്കുന്നുണ്ട്, കാര്യം പറയും, ഏത് കുട്ടിയുടെ കാര്യമാണ് പറയുന്നത്? അബി ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോകും. പക്ഷെ അലക്സാണ്ടർക്ക് കാര്യം മനസ്സിലാവും, പ്രഗ്നൻ്റ് ആയ ഫോട്ടോയിലുള്ളത് തൻ്റെ കുട്ടിയാണെന്ന്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ ഫുട്ബോൾ കോച്ചിനെ ചോദ്യം ചെയ്യുന്നതാണ്. സാമി ചോദിക്കുന്നുണ്ട്, ഈ മോട്ടോർ ബൈക്ക് നിങ്ങളല്ലാതെ വേറെ ആരെങ്കിലും ഉപയോഗിക്കാറുണ്ടോ? അന്ന് ഞങ്ങൾ വന്നപ്പോൾ ഈ ബൈക്ക് അവിടെ കണ്ടില്ലല്ലോ. കോച്ച് പറയാണ്, അത് 1 മാസം മുമ്പ് ആരും മോഷ്ടിച്ചു. സാമി ചോദിക്കുന്നുണ്ട്, എന്നിട്ട് എന്താ റിപ്പോർട്ട് ചെയ്യാഞ്ഞത്? ഈ ബൈക്ക് ശരിക്കും നിങ്ങളല്ല ഉപയോഗിക്കുന്നത്, നിങ്ങളുടെ പേരിലാണെന്ന് മാത്രമേ ഉള്ളൂ. ജോയുടെ കൊലപാതകം നടക്കുന്ന സമയത്ത് നിങ്ങളുടെ ഈ ബൈക്ക് ആ പരിസരത്തുണ്ടായിരുന്നു. അപ്പോൾ കോച്ച് ചോദിക്കുന്നുണ്ട്, ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഓ, മായയായിരിക്കും, അവരുടെ നീസ് എൻ്റെ ഫുട്ബോൾ ടീമിന് വേണ്ടിയാണ് കളിക്കുന്നത്. അപ്പോൾ സാമി ചോദിക്കുകയാണ്, നിങ്ങൾ മായും തമ്മിൽ എന്താ പ്രശ്നം? കുറച്ച് നാൾ മുമ്പ് എന്തോ ഒരു ചെറിയ വഴക്കുണ്ടായി കേട്ടല്ലോ. കോച്ചാണെങ്കിൽ ഒന്നും വിട്ട് പറയുന്നില്ല. സാമി ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ മകൻ PJ അന്ന് എവിടെയായിരുന്നു? എന്നിട്ട് ഈ ബൈക്കിൻ്റെ അടുത്ത് PJ നിൽക്കുന്ന ഒരു ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ്. കോച്ച് പറയും, എനിക്കൊന്നും പറയാനില്ല. അത് കഴിഞ്ഞ് സാമി അവരോട് പൊക്കോളം പറയും. പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുന്ന കോച്ച് ഒരു വണ്ടി കയറി പോകുന്നത് സാമി കാണാണ്. അതിൻ്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ട്, സ്പോൺസർഡ് ബൈ ബർക്കറ്റ് ഗ്ലോബൽ എൻ്റർപ്രൈസസ്. സാമി ആ വണ്ടി ഫോളോ ചെയ്ത് പോകും. അത് കഴിഞ്ഞ് കാണിക്കുന്നത് മായ കുഞ്ഞിനെ കൊണ്ട് പാർക്കിൽ പോകുന്നതാണ്. അപ്പോൾ അവിടെ ക്ലെയറിൻ്റെ പിള്ളേരും എഡ്ഡിയും ഉണ്ടാകും. അവിടെ വെച്ച് അബി മായോട് ചോദിക്കുകയാണ്, ആൻറ്റി, നിങ്ങൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് അമ്മയുടെ കൂടെ ഫ്രാൻസിൽ പോയിരുന്നോ? അവിടെ വെച്ച് അമ്മയ്ക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു അല്ലേ, അലക്സാണ്ടർ? മായ ഞെട്ടിപ്പോവും. മായ ചോദിക്കുകയാണ്, ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അപ്പോഴേക്കും എഡ്ഡി വരും. അത് കാരണം ബാക്കി സംസാരിക്കില്ല. അത് കഴിഞ്ഞ് എഡ്ഡിയും മായയും സംസാരിക്കുകയാണ്. അപ്പോൾ എഡ്ഡി പറയുന്നുണ്ട്, മായ, അന്ന് നടന്ന സംഭവത്തിനൊക്കെ സോറി, അത് പെട്ടെന്ന് അങ്ങനെ സംഭവിച്ചു പോയതാണ്. മായ എഡ്ഡിയോട് പറയുന്നുണ്ട്, ക്ലെയർ നിന്നെ ചീറ്റ് ചെയ്തിട്ടൊന്നുമില്ല. ക്ലെയർ അന്ന് സംസാരിച്ചിരുന്നത് കോറിയുടെ അടുത്തായിരുന്നു. അന്നത്തെ എൻ്റെ ആ ടേപ്പിനെ കുറിച്ച് അത് റിലീസ് ചെയ്യാതിരിക്കാനും അതിന് പകരമായി ബർക്കറ്റ് ഗ്ലോബൽ എന്റർപ്രൈസസിലെ കറപ്ഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കൊടുക്കാനും പറഞ്ഞു. ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കാൻ പോവാണ്. എന്നിട്ട് വളരെ ഇമോഷണൽ ആയിട്ട് എഡ്ഡിയോട് പറയാണ്, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ കുഞ്ഞിനെ നിങ്ങൾ നോക്കണം, എനിക്ക് വേറെ ആരും വിശ്വസിക്കാനില്ല. കഴിഞ്ഞ് ക്ലെയറിന്റെ വീടാ കാണിക്കണേ. അവിടെ കുട്ടികൾക്ക് ക്ലെയറിന്റെ ഒരു DNA റിസൾട്ടിന്റെ ഒരു പേപ്പർ കിട്ടുന്നുണ്ട്. അപ്പൊ അതിൽ പറയുന്നുണ്ട്, ഈ റിസൾട്ട് ഓൺലൈനിലുണ്ട്, അതുവഴി നമുക്ക് നമ്മുടെ DNA-യുമായി മാച്ച് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ അബി പറയാണ്, ഇനി ആദ്യത്തെ കുട്ടിയെ എങ്ങാനും അഡോപ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടി തൻ്റെ അമ്മയെ കണ്ടുപിടിക്കാനായിട്ട് DNA സൈറ്റ് വഴി നോക്കുകയാണെങ്കിൽ നമുക്കതറിയാൻ പറ്റും. പിന്നെ കാണിക്കുന്നത് മായ ടോമിയുടെ വീട്ടിൽ ചെല്ലുന്നതാണ്. അപ്പോൾ ടോമിയുടെ വൈഫ് മായയെ വിളിച്ചിരുന്നു, അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ വൈഫ് ഒരു ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ട് മായയ്ക്ക് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയണം, നിങ്ങൾ പറഞ്ഞതെല്ലാം ശരിയാണ്, എല്ലാ മാസവും അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് ബർക്കറ്റ് കമ്പനിയിൽ നിന്ന് ക്യാഷ് അയക്കുന്നുണ്ട്. അതെന്തിനാ അവർ ചോദിക്കുകയാണ്. അപ്പോൾ മായ പറയുന്നുണ്ട്, അന്ന് ആൻഡ്രൂ മരിച്ച ബോട്ടിൻ്റെ ക്യാപ്റ്റനായിരുന്നു ടോമി, എന്തോ കാര്യത്തിന് വേണ്ടി കൈക്കൂലി കൊടുക്കുന്നതാണ്, നിങ്ങൾക്കൊന്ന് ചോദിച്ചു നോക്കിക്കൂടെ? അപ്പോൾ അവർ പറയാണ്, അതാ ഞാൻ വിളിച്ചത്, 1.5 മാസമായിട്ട് ആളെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. മായ നേരെ ജോയുടെ വീട്ടിലേക്ക് പോകും. യൂണിറ്റിൽ അഡ്മിറ്റ് ചെയ്തേക്കാണ്. മായ അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോവാണ്. അപ്പോൾ നമ്മളെ കാണിക്കുന്നുണ്ട്, കരോളിൻ ആ വീട്ടിൽ തന്നെയുണ്ട്. മായ ഇങ്ങനെ പോണത് നോക്കി ജനലിലേക്ക് നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് മായ ക്ലബിലേക്ക് പോകുന്നതാണ്. അവിടെ പോയി കോറിയെ കാണാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ടോമി ഇപ്പോൾ 6 ആഴ്ചയായിട്ട് കാണുന്നില്ല. അപ്പോൾ കോറി പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യാം, ഞാൻ അയാളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഹാക്ക് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ എങ്ങാനും ക്യാഷ് വിത്ഡ്രോൾസ് നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ആദ്യം ടോമി അന്വേഷിച്ച് പോയ ക്ലെയർ, അത് കഴിഞ്ഞത് ഇപ്പോൾ ടോമിയെ കാണാനില്ല, പിന്നെ ജോയി മരിച്ചു, ഇനി അടുത്തത് നമ്മൾ രണ്ടുപേരിൽ ആരെങ്കിലും ആയിരിക്കുമോ? മായ അതെല്ലാം കേട്ട് അവിടെ ഇരിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് ക്ലെയറിൻ്റെ കുട്ടികൾ ആ സൈറ്റിൽ കയറി നോക്കുന്നതാണ്. പാസ്വേഡ് അടിച്ച് നോക്കുമ്പോൾ ഇവരുടെ ആ ഒരു ഇത് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ അതിൽ ഇവരുടെ ഒരു ഫാമിലി ട്രീ പോലെ കാണിക്കുന്നുണ്ട്. 4 പേരുടെ പടമുണ്ട്, അതിലൊരു കോളം ഒഴിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അബി പറയുന്നുണ്ട്, നമുക്ക് ആൻറ്റിയോട് ഇതിനെക്കുറിച്ച് ചോദിച്ചു നോക്കാമെന്ന്.
അവിടുന്ന് നേരെ അവർ മായയുടെ അടുത്ത് ചെല്ലാണ്. എന്നിട്ട് പറയട്ടെ, ഞങ്ങൾ അമ്മയുടെ ബോയ് ഫ്രണ്ടിനെ കണ്ടു അലക്സാണ്ടറെ. മായ ഞെട്ടിപ്പോകും. എന്നിട്ട് ക്ലെയറിൻ്റെ ഈ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഫോട്ടോ കാണിച്ചിട്ട് ചോദിക്കും, ഞങ്ങൾക്കൊരു സിബ്ലിംഗ് ഉണ്ടല്ലേ, ഇനി അമ്മയ്ക്ക് അന്ന് അപകടം പറ്റിയത് ഈ അലക്സാണ്ടർ കാരണമാണോ, അല്ലെങ്കിൽ ഈ കുട്ടി കാരണമാണോ, ഇനി അമ്മ അഡോപ്റ്റ് ചെയ്യാൻ കൊടുത്തതിൻ്റെ ദേഷ്യത്തിൽ? സത്യം പറയൂ ആൻറ്റി, എന്തെങ്കിലും അറിയാമെങ്കിൽ പറ. അപ്പം മായ പറയുന്നുണ്ട്, വാ നമുക്ക് അച്ഛൻ്റെ അടുത്തിരുന്ന് സംസാരിക്കാമെന്ന്. അപ്പോൾ കുട്ടികൾ പറയും, വേണ്ട, അച്ഛനോട് ഇപ്പോൾ ഒന്നും പറയണ്ട, ആൻറ്റിക്ക് അറിയാവുന്ന എന്താണെന്ന് വെച്ചാൽ പറ. അപ്പം മായ പറയുന്നുണ്ട്, നിങ്ങൾക്കൊരു ബ്രദർ ഉണ്ട്, ആൾക്കിപ്പോൾ ഒരു 19 വയസ്സ് കാണും. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ഒരു പയ്യനെയാണ്. മുഖം കാണിക്കുന്നില്ല, ആ ബാക്ക് സൈഡാണ് കാണിക്കുന്നത്. അപ്പോൾ ആ പയ്യന് ഒരു ഫോണിൽ മെസ്സേജ് വരുന്നതാണ്, ക്ലെയർ വാക്കർ നിങ്ങളുടെ പ്രൊഫൈൽ വ്യൂ ചെയ്തിട്ടുണ്ട്, കണക്ട് ചെയ്യണമെങ്കിൽ കണക്ട് ചെയ്യൂ എന്ന് പറഞ്ഞു.